ഗുഡ് മോർണിംഗ്. ഫ്ലൈയിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വേഷം കണ്ടല്ലോ, ഇന്ന് എന്താണെന്ന് ഈ വേഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് റൈഡാണ്. മൂന്നാറിലോട്ടാണ് റൈഡ് പോകണേ. മൂന്നാറിൽ തലയാർ ബംഗ്ലോ എന്ന് പറയും. അപ്പം മൂന്നാറിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ വീണ്ടും പോകണം മുന്നോട്ട്. അപ്പം നമ്മളിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മീറ്റിംഗ് പോയിൻ്റ് വെച്ചിരിക്കുന്നത് ലുലു മാളാണ്. ലുലു മാളിൽ പോയിട്ട് മീറ്റിംഗ് പോയിന്റിൽ നിന്ന് അവരെ ബാക്കി റൈഡേഴ്സ്, ഇപ്പം മൊത്തം 5 ബൈക്കുണ്ട്, എല്ലാവരുമായിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ കാറുണ്ട്. കാറിൽ അഭിലാഷും, ക്യാമറ നമ്മുടെ കൃഷ്ണൻ, അമൽ, അക്ഷയ്, പിന്നെ നമ്മുടെ ദുബായ് വ്ളോഗിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സുനിൽ ബ്രോ, പുള്ളിക്കാരൻ നമുക്ക് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഒരു 3-3:30 ആയി കാണും. പുള്ളി ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുള്ളിയെ വിളിച്ചിട്ട് നേരെ മൂന്നാറിലോട്ട് പോകും. അപ്പം റൈഡ് ചെയ്യുന്നവരെല്ലാം ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ വരും, അവിടെ നിന്ന് റൈഡ് ചെയ്യും. ബാക്കി കാറിൽ വരുന്നവർ നേരെ വെഞ്ഞാറമൂടിൽ വരും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകുന്നു. ഇനി റൈഡിൽ മീറ്റപ്പ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കാം. പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ നമ്മൾ റൈഡിലോട്ട്. ഓക്കെ. റൈഡിങ്ങിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ റൈഡിങ് ഗിയേഴ്സാണ്. അതുപോലെ നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പാൻറ്റ് ഉണ്ടോ, ഇതിപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഫുള്ള് എല്ലാം റൈഡിങ് പാൻറ്റാണിത്. ആംസ് എല്ലാം ഉണ്ട്, നീ ഗാർഡ്, കിഡ്നി പാഡ് എല്ലാം ഉണ്ട്. അപ്പം സേഫാണ്. കഴിവതും റൈഡ് ചെറുതായാലും വലുതായാലും ഈ റൈഡിങ് ഗിയേഴ്സ് ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കതൊരു നല്ലൊരു സേഫായിട്ട് പോയിട്ട് വരാം റൈഡ്. അപ്പോൾ അതിനൊരു ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ സുനുവും ദീപും ഉണ്ടായിരുന്നു, 2 പേര്. ട്രിവാൻഡ്രം ലുലു മാളാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇപ്പോൾ വരും. വിഷ്ണു കൂടെ വന്നു കഴിഞ്ഞാൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉടനെ തിരിക്കാം. ഇത് നമ്മുടെ വിഷ്ണു സാഡ് ബോയിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അയ്യപ്പ സീസൺ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പം തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റാന്നി കഴിഞ്ഞിട്ട് മാടത്തുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് ആനന്ദം റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ഇറങ്ങി കാറിൽ വരുന്നവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു, അവർ നോക്കി വന്നോളും. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഇനി ഇവിടുന്ന് യാത്ര ഇരിക്കാമെന്നുള്ള ഐഡിയ ആണ്. കാരണം എങ്കിലേ ഇനിയിപ്പം നമ്മൾ റൈഡ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊരുപാട് പുറകിലായിപ്പോയി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബാക്കപ്പ് കാറിലെ ആൾക്കാരെത്തി. നമ്മുടെ സുനിൽ ബ്രോയും ഉണ്ട്. അവർ ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ പതിയെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് അങ്ങ് തിരിക്കും.
നമ്മൾ ഇന്ന് തിരിച്ചത് കുറച്ച് ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല, ഒരു 6 മണിയായി. പക്ഷേ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. മണി ഇപ്പോൾ 1:30 കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയി. ഇടുക്കിയിൽ കയറി കഴിഞ്ഞാൽ ആരും GPS ഇടാൻ നിൽക്കരുത്. GPS ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ ജീപ്പ് പോകുന്ന റോഡുകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം GPS ഇല്ലാതെ സൈൻ ബോർഡ് നോക്കിപ്പോയാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇവിടുന്ന് 70 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റിസോർട്ടിലോട്ട്. തലയാർ എന്ന് പറഞ്ഞിട്ട് കണ്ണൻദേവൻ ഹിൽസിലാണ്, തലയാർ ബംഗ്ലോ, അതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ക്ലബ്ബിലുണ്ടായിരുന്ന റെജി എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാടുള്ള പുള്ളിക്കാരൻ ഇവിടെ മൂന്നാർ ഒരു റിസോർട്ടിൽ പുള്ളി പിന്നെ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. പുള്ളിയെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വഴിയിൽ നിൽക്കും. നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കത്തിന് ശേഷം രാവിലെ ഉണം നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അടിപൊളി. ഇതൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റിയെങ്കിൽ രാവിലെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉന്മേഷം കയറി അന്നത്തെ ദിവസം മുഴുവൻ ഓടി നടന്ന് പണിയെടുത്തനെ. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്, വെയിലുമുണ്ട്, ആ വെയിലിൻ്റെ ഒരു ചൂടുമുണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശമാണ്. നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഫുഡ് തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ്, ശ്രദ്ധിച്ചോണം. അത് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. നമ്മുടെ പിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ മണി 9 കഴിഞ്ഞു. 9:30 മണി വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. പിന്നെ ഒന്ന് അങ്ങോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. വെള്ളം ഒഴിക്കുന്ന അപ്പനെ കണ്ട ചില ഹൊറർ ഫിലിമിൽ ഇതേ മുഖമുള്ള അപ്പൂപ്പന്മാരുണ്ട്. ഒരു മറ്റേ ആകാശഗംഗ സിനിമയിൽ ഇതേപോലത്തെ ഒരു അപ്പൂപ്പനാണ് ആ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രയാതമായി മാറുന്നത്. ഇന്നലെ രാത്രി ഈ വഴിയൊക്കെയാണ് വന്നത്. പുലിയോ ആനയോ കാണുമെന്ന് വിചാരിച്ചു, ഒന്നും കണ്ടില്ല. 100 കണക്കിന് സായിപ്പന്മാരെ തല അരിഞ്ഞു വീഴ്ത്തി എൻ്റെ ഖഡ്ഗന്ധോരീന്. ഇതെല്ലാം ഒരു പടക്കുതിരകളാണ്, പടക്കുതിരകൾ.
വിശ്രമിക്കുന്നു. നമ്മുടെ അബിയുടെ ഫോർഡാണ്. ഒരു കാര്യം പറയാം, ഈ വണ്ടിയെ പോലുള്ള ഒരു എന്താ പറയുക, ഒരു പിക്കപ്പും ഒരു റൈഡിങ് കംഫർട്ടും അത് വേറെ വണ്ടി കിട്ടൂല. ഫോർച്യൂണറൊന്നും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വരില്ല. പിന്നെ എന്തുകൊണ്ട് ടൊയോട്ടയുടെ വണ്ടികളിലൂടെ വിജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവീസ് തന്നെയാണ്. സർവീസ് പക്ക ആയതുകൊണ്ട് പെട്ടെന്നൊന്നും വണ്ടിക്കൊരു പണിയും വരില്ല. ഇത് അബി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അബിക്ക് 35 ലക്ഷം രൂപ എന്തോ ആയി. ഓട്ടോമാറ്റിക്കാണ്, 4 വീൽ ഡ്രൈവ്. കൊള്ളാം, അടിപൊളി വണ്ടി. ഞാനിത് 2-3 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ റൈഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എല്ലാവരും അവർ നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് റെഡിയാവുന്നു. അപ്പം ഞാൻ അവരോട് ഇല്ല. ഞാൻ ഇന്നിപ്പം കൊച്ചിക്ക് പോവുകയാണ്. ഇവിടുന്ന് ആദ്യമായിട്ടാണ് റൈഡ് ഒരു ദിവസം കൊണ്ട് നിർത്തിയിട്ട് തിരിച്ചു പോകുന്നത്. കാരണം എനിക്ക് നാളെ തിങ്കളാഴ്ച വരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് കൊച്ചിയിൽ. അതിൽ മാസ്റ്ററായിട്ട് പങ്കെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ബൈക്ക് ട്രക്കിൽ വിട്ടിട്ട് ഇവിടുന്ന് കാറെടുത്ത് പോകാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് ആ ഐഡിയ മാറ്റി. കാരണം നമ്മുടെ BMW ഷോറൂമിൽ നിന്ന് നമ്മുടെ ബീമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതായത് BMWൻ്റെ ബൈക്കുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. ആ ഗ്രൂപ്പ് ഇവിടുന്ന് വട്ടവട റൈഡ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മൂന്നാർ റൈഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുത്തില്ല. ബട്ട് അങ്ങോട്ട് നമ്മളവരെ മൂന്നാർ വെച്ച് മീറ്റ് ചെയ്ത് അങ്ങനെ ഒരുമിച്ച് റൈഡ് ചെയ്ത് പോകാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ റൈഡിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ഇവിടം വരെ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ വേറൊരു റൈഡുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.